നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, സേമിയ ഉപ്മാവ്. വെൽക്കം ടു ദ ചാനൽ. ആദ്യം തന്നെ ഉപ്മാവ് സേമിയയ്ക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഗ്യാസ് സിമ്മിൽ വെച്ച് കൊടുക്കാം. ഇഞ്ചി നീളത്തിലരിഞ്ഞത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെള്ള ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് ഒന്ന് ചുവക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ചെറിയൊരു കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് ഉണ്ടെങ്കിൽ കുറച്ച് ബീൻസ് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കടുകെല്ലാം കരിഞ്ഞു പോകും. ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/4 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി റോസ്റ്റഡ് റവയാണ് കേട്ടോ. ഞാനൊരു 4 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയാണ്, റവയല്ല സേമിയാണ്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്മിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് മേലെ തൂവി കൊടുക്കാം. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, കട്ടയ്ക്ക് പിടിക്കാതെ ലെയറായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉപ്പുമാവ്. കണ്ടോ ഒന്നും കട്ടയ്ക്ക് പിടിച്ചിട്ടില്ല. കറക്റ്റ് വെജിറ്റബിൾ ബിരിയാണി പോലെ തന്നെ ആയിട്ടുണ്ട് ഉപ്പുമാവ്. നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും ഇളക്കിയില്ലേ, ഇനി ഒരു 3 മിനിറ്റും കൂടെ സിമ്മിൽ തന്നെ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. 3 മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് തുറക്കാം. സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പഴമോ പഞ്ചസാരയോ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് അവനവൻ്റെ ഇഷ്ടം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണം. Thanks for watching.